ഹലോ, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയിലേക്കാണ്. നമ്മുടെ ഇവിടുത്തെ കിങ്സ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കിങ്സ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബീച്ച് ഉണ്ട്. അപ്പോൾ ആ ബീച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഫാബിയൻ, വേർ വി ആർ ഗോയിങ്? UK കിങ്സ്ലിൻ എന്ന സ്ഥലത്തുള്ള ബ്രാങ്കാസ്റ്റർ എന്ന ബീച്ചിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്നത്തെ വീക്കെൻഡ് ആയതുകൊണ്ടും ഒരു ദിവസം കൂടി എക്സ്ട്രാ ഒരു അവധി കിട്ടിയതുകൊണ്ടും ഫുൾ ഫാമിലിയാണ് ഇത്തവണ ട്രിപ്പിലുള്ളത്. നമ്മളിവിടെ യൂറോപ്പിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ യാതൊരു കാരണവശാൽ ഇങ്ങനെ ഒരു സംഭവം കാണാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു സൈക്ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ എവിടെയെങ്ങാനും നമ്മുടെ ഫ്രണ്ടിൽ ഒരു സൈക്ലിസ്റ്റ് ഉണ്ടെങ്കിൽ റോട്ടിലൂടെയാണ് അദ്ദേഹം ഓടിക്കുന്നതെങ്കിൽ അദ്ദേഹമായിട്ട് നമ്മൾ ഏകദേശം 2 മീറ്ററോളം അകലം പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് വിൻഡൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ അകലം പാലിച്ച് വേണം ഓടിക്കാനായിട്ട്. ഇൻ കേസ് അദ്ദേഹം നമ്മുടെ അതേ പേസിൽ തന്നെ, ഏകദേശം ഇപ്പോൾ ഈ റോഡിൽ നമുക്ക് 30 മൈൽ സ്പീഡാണ് മാക്സിമം അലൗഡ് ആയിട്ടുള്ള സ്പീഡ്. ഈ 30 മൈലിൻ്റെ അകത്ത് അദ്ദേഹം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റി അദ്ദേഹത്തിന് ആ വണ്ടിയുമായിട്ട് നമ്മൾ നല്ല ക്ലിയറൻസ് എടുത്ത് തന്നെ സേഫായിട്ട് ഓപ്പോസിറ്റ് ട്രാക്ക് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് കാറുകളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക. നമ്മൾ എങ്ങാനും ഒരു സൈക്ലിസ്റ്റിനെ എങ്ങാനും തട്ടുവോ മുട്ടുവോ എന്തെങ്കിലും ഒരു അപകടം ഹോൺ അടിക്കുകയോ ഒക്കെ ചെയ്ത് അദ്ദേഹത്തിനെ ബോറടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം കുറ്റകരമാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കൗതുകം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ എത്ര. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ യാത്ര തുടരാം. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 100 മൈൽ ദൂരം, 1.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അപ്പൊ ഈ 1.5 മണിക്കൂർ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വേകളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കിങ്സ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിങ്സ്ലിനിലോട്ട് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ തുലിപ്പ് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ലാവൻഡർ ഫാമുകൾ, ഒത്തിരി കൃഷി സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളാണ് ഈ കിങ്സ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ കൃഷി സ്ഥലങ്ങളുടെ നടുക്കേക്കടെ നമുക്ക് 60 മൈൽസ് വേഗത്തിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള റോഡുകളൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രാക്കിൽ നമുക്ക് 60 മൈൽ സ്പീഡിൽ പോവാം. ഏകദേശം 75-80 കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോവാം. നമ്മൾ ഈ പറഞ്ഞ റൈറ്റ് ട്രാക്കിലേക്ക് നമ്മൾ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പോണ സമയത്ത് നമ്മുടെ ഷൊർണൂരൊക്കെ കാണുന്ന പോലെ വയലിന്റെ നടുക്കേക്കടെ അതിവേഗ ട്രെയിൻ കടന്നു പോകുന്നത് കാണാൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് അന്നേരം തോന്നിയൊരു കൗതുകം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ അങ്ങ് ജസ്റ്റ് കടന്നു പോയ ഉടനെ തന്നെ അതിന്റെ റെയിൽവേ ഗേറ്റ് സിഗ്നലിംഗ് സംവിധാനങ്ങൾ അത്രയും ഫാസ്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കടന്നു, അതേ മൊമെന്റിൽ തന്നെ അതിന്റെ ഗേറ്റ് അങ്ങ് കടന്നു. അത് ഫൈബർ കമ്മ്യൂണിക്കേഷൻ വല്ലതും ആയിരിക്കും.
വാഹനത്തിന്റെ പിന്നിലെ സീറ്റിൽ ഇരുന്നിട്ടാണ് മകളാണ് ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ ഫോണിൽ വെച്ച് ബാക്ക് സീറ്റിൽ ഇരുന്ന് പിടിക്കുന്നതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്തായാലും വീഡിയോസിൽ. എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ പോണ വഴിയിൽ ഏകദേശം ഒരു 1-2 മൈല് ദൂരത്തിൽ ഇതുപോലെ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ ഇങ്ങനെ നിരനിരയായിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ അംബാസഡർ കാറുകൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സിനിമകളിലൊക്കെ വില്ലന്മാര് ഇങ്ങനെ വെള്ള ടാറ്റാ സുമോകളൊക്കെ വരുന്ന പോലെയുള്ള ഒരു പ്രതീതി തോന്നി. പക്ഷെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലൈൻ തെറ്റിക്കുന്നതോ ഒന്നും ഇവിടെ ഒരു അങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ കാണാനേ കഴിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന് പെട്ടതൊരു വനത്തിന്റെ നടുക്കടെ ഉള്ള ഒരു നമ്മുടെ ഗൂഡല്ലൂര് വനങ്ങള് അല്ലെങ്കിൽ നിലമ്പൂര് തേക്കിൻകാടൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വനത്തിന്റെ നടുക്കേക്കടെ ഉള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു. ഈ വനത്തിന്റെ നടുക്കേക്കടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത ഒരു കൗതുകമുള്ള പുതിയൊരു കാഴ്ച. ഓരോ യാത്രകളും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളാണ്. ഈ വനത്തിന്റെ സൈഡില് തേക്ക് മരം പോലെയുള്ള വലിയ മരങ്ങളാട്ടോ. തേക്കല്ല, വേറെ എന്തോ പ്ലാന്റേഷൻ ആണ് ചെയ്തേക്കണത്. എന്നിരുന്നാലും അതിന്റെ നടുക്കക്കടെ നമുക്ക് ഈ 50 മൈൽ അല്ലെങ്കിൽ 60 മൈൽ സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മുടെ ട്രാക്ക് ഓപ്പോസിറ്റ് ട്രാക്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ അങ്ങനെയൊന്നും വെട്ടിച്ച് കയറ്റാനൊന്നും പാടില്ല. സിംഗിൾ ലൈൻ ട്രാഫിക് ആണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടില്ലേ, മനോഹരമായിട്ട് പൂക്കള് നിറഞ്ഞു നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. അതിപ്പോ ഈ സ്പ്രിംഗ് സീസണും കൂടി ആയതോടുകൂടി നമ്മുടെ നാട്ടിലെ ബോഗൻവില്ല നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ പിടിപ്പിക്കില്ലേ, അതുപോലെ റോഡിന്റെ 2 വശത്തും ബോഗൻവില്ല പോലെ ഉള്ള ഏതോ ഒരു ഫ്ലവർ. എന്താന്ന് നമുക്ക് അവിടെ നിർത്തി, നോൺ സ്റ്റോപ്പിംഗ് ഏരിയാസ് ആണ് ഇതെല്ലാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയിൽ കുടുങ്ങി ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിർത്താനോ അങ്ങനെയൊന്നും ശ്രമിച്ചില്ല. നേരെ വണ്ടി വിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വിടുക ചെയ്ത് കേട്ടോ. ഞാൻ മനസ്സിലാലോചിക്കായിരുന്നു, നമ്മുടെ സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ട് വയനാട് കഴിഞ്ഞ് അങ്ങനെ മൈസൂരിലേക്ക് പോകുന്ന വനത്തിന്റെ സൈഡിൽ കൂടി ഇതുപോലെയുള്ള പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന്റെ ഒക്കെ സൈഡിൽ ഇതുപോലെ ഫ്ലവേഴ്സ് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ കൃഷി സ്ഥലങ്ങളുടെ നടുക്കേക്കടയും അതുപോലെ വനമേഖലയുടെ നടുക്കേക്കടയൊക്കെ പോണേന്ന് പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ബീച്ച് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബീച്ച് തപ്പി പോണതാണ്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നിയർ ബൈ ബീച്ചുകൾ കാണിച്ചത് ഇത്രയും അകലത്തിലാണ്. സാധാരണ നമ്മൾ കോഴിക്കോടൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 25 രൂപയ്ക്ക് ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നു. കല്യാണമൊക്കെ കഴിച്ച് കോഴിക്കോട്ടേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ആയ സമയത്ത് നമ്മുടെ വീടിനോട് അത്രയും അടുത്തായിരുന്നു ബീച്ചൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയണ, 100 മൈൽ ദൂരം ഓടിക്കണം, 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം, അത്രയും ഡീസൽ കാശ് എല്ലാം മുടക്കിയിട്ടാണ് നമ്മളൊരു ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ബീച്ച് കാണുമ്പോൾ തന്നെ, അങ്ങ് ദൂരെ ബീച്ച് കാണുമ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷവും പറയാൻ അറിയിക്കാത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ നെറ്റില് നോക്കുമ്പോൾ കുറെ റേറ്റിംഗ് ഒക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ബീച്ച് സെലക്ട് ചെയ്ത് പോയത് കേട്ടോ. പക്ഷെ ഈ ബീച്ചിൽ ചെന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള റൈഡുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഈ ബീച്ചിൽ ഉണ്ടായിരുന്നില്ല. പ്രാങ്കാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബീച്ചാണ്, എന്നാലും 4.9 ഒക്കെ റേറ്റിംഗിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതുപോലെ അവിടെ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കടയിലാണെങ്കിൽ നമുക്ക് കളിക്കാനുള്ള ബോള്, ഷവലുകൾ, മണലൊക്കെ കുത്തിയിട്ട് നമ്മൾക്ക് കെട്ടിടങ്ങളോ അങ്ങനെ എന്തെങ്കിലും മിനിയേച്ചറൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ അവിടെ പോയിട്ട്. മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ആളുകൾ വരുന്നത്. അതുപോലെ തന്നെ ഉള്ളത് പട്ടികളെ നടത്തിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ബ്രിട്ടീഷുകാര്, മീൻസ് ഇവിടുത്തെ നേറ്റീവ്സ്, അവർക്കിടെ പെറ്റിനെയും കൊണ്ട് നമ്മൾ ഇങ്ങനെ വൈകുന്നേരം നടത്തിക്കാനായിട്ടൊക്കെ വരും. എന്നാലും വളരെ മനോഹരമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവര് ഡീൽ ചെയ്തേക്കണം ബീച്ചിനെ. എന്തായാലും
കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് 2 മണിക്കൂർ നേരത്തെ ഇടാനായിട്ട് നമുക്ക് 5 പൗണ്ട്, ഏകദേശം 500 രൂപ കൊടുക്കണം കേട്ടോ. കാർ പാർക്കിംഗ് ഒരു വൃത്തിയില്ല മെനയില്ലാത്ത സ്ഥലത്ത് ജസ്റ്റ് ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിൽ കൂടുതൽ സമയം നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള എക്സ്ട്രാ ഫൈൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫീസും അടയ്ക്കണം. ഇൻ കേസ് അടയ്ക്കാതെ എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും ബീച്ച് പുറത്തോട്ട് ഇറങ്ങി, ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാന്നൊക്കെ കരുതി ഓടി വരുമ്പോൾ ഇവിടെ വെള്ളമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, കുറെ മണല് മാത്രം. അപ്പോഴാണ് അറിയണത് ഇത് കടൽ ഉൾവലിഞ്ഞു പോയേക്കണ ഒരു സമയമാണ് ഈ സമയത്ത്. കാരണം ബീച്ച് ഇത്രയധികം കരയെന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് നമ്മള് ബീച്ചിലോട്ടാണ് ട്രിപ്പ് ഇന്നത്തേന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ അവർക്ക് വേണ്ട ഡ്രസ്സുകളും വെള്ളത്തിലിറങ്ങാൻ പാകത്തിനുള്ള നിക്കറുകളും അതെല്ലാം സെറ്റാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. എന്തായാലും അവിടെ ചെന്ന് കടലിന്റെ അറ്റത്ത് ബീച്ചിൽ ചാടി ഇറങ്ങാന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് കടൽ ഉൾവലിഞ്ഞു പോയേക്കണത് കണ്ടതും. പിന്നെ എന്തായാലും നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ തുഷാരഗിരിയൊക്കെ കയറുന്ന പോലെ മലയൊക്കെ കയറിയപ്പോൾ ആ ഒരു എനർജി അങ്ങോട്ട് പിടിച്ചിട്ട് ഒരൊറ്റ നടന്ന് ഞങ്ങൾ കുറെ നടന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൈലോ 2 മൈലോ ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നണേ. അത്രയും ദൂരം നടക്കാനുണ്ടായിരുന്നു. അവശതയായി പോയി. ഞാൻ നോക്കുമ്പോൾ കൂടുതൽ ആളുകളൊന്നും അത്രയും ദൂരം നടക്കണില്ല. പിന്നെ ചില പട്ടികളെ കൊണ്ട് ചിലര് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഒരു ആണല്ലോ ഇങ്ങനെയുള്ള ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പോകണം. ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കി എത്ര അടുത്തെങ്ങാനും ആണോ എന്നൊക്കെ. എവിടെ നിന്ന് നമ്മുടെ അടുത്ത് 7 അയലക്കത്തൊന്നും ഇല്ല. എന്നാലും ഞങ്ങൾ നടന്നു, നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കേട്ടോ. പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെറുത് പോലും അവൻ പിടിവിട്ടാ പോണത് കേട്ടോ. അപ്പോ എനിവേ നമ്മൾ ആ ഒരു വെള്ളം കടലിലിറങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തായതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ കടൽ തിട്ടാക്കടെ കുറെ അധികം നടന്ന് ഞങ്ങൾ അവസാനം കുറച്ചധികം നേരം നടന്നതിന് ശേഷം കേട്ടോ എത്തിയുള്ളൂ. മരുഭൂമിക്കടെ പൃഥ്വിരാജ് നടക്കണ പോലെ ആയിപ്പോയി. ഞങ്ങള് നടന്ന് ഊപ്പാട് ഇളകുന്ന വേണമെങ്കിൽ പറയാമല്ലോ. അറ്റോട്ട് കാണാനുമില്ല. വെള്ളത്തിനകത്താണെങ്കിൽ ചെറിയ ചെറിയ അളവില് കോഴിക്കോട് നിന്ന് പോകുന്നതിന് ശേഷം വേറൊരു ബീച്ചിൽ ഇതുപോലെ പോകാൻ ഒരു അവസരം കിട്ടാത്തത് കൊണ്ടും ഈ വെള്ളത്തില് കടല് കണ്ടതിന്റെ ആ ഒരു ആഹ്ലാദത്തിന്റെ പുറത്തും കൊണ്ടുപോയ ഡ്രസ്സൊന്നും മാറാൻ മറന്നുപോയി. ചെന്ന ഡ്രസ്സിൽ അതുപോലെ തന്നെ പിള്ളേരങ്ങ് ചാടി അർമാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുറെ നേരം കഴിഞ്ഞ് കാലും കൈയും മേലൊക്കെ നനഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് മക്കളെ ഡ്രസ്സ് മാറണമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ട് നമുക്ക് തിരിച്ചു പോവാം എന്നും പറഞ്ഞ് വെള്ളത്തിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ നല്ല തെളിനീര് പോലത്തെ വെള്ളം. പക്ഷെ ഈ വെള്ളം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് കടൽ വെള്ളത്തിന് ഇത്രയധികം ഉപ്പുണ്ടെന്നുള്ള കാര്യം അന്നേരം കേട്ടോ മനസ്സിലായത്. കാര്യം നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഫീൽ ചെയ്തിട്ടില്ല നമുക്ക്. ഇത് കട്ട കയ്പ് എന്ന് പറഞ്ഞാൽ കട്ട ഉപ്പ് രസം. കൊച്ചു ചെറുത് കുറച്ച് ഇത് കുടിച്ചിട്ട് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങിയവൻ.
run, fast. Fast. കുറേ നേരം വെള്ളത്തിൽ കിടന്ന് അർമാദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആർക്കായാലും മടുക്കൂലോ. പിള്ളേർ കരയിൽ കയറി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം നിന്നപ്പോഴല്ലേ പണി കിട്ടിയത്. നല്ല കാറ്റത്ത് തണുപ്പ്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോയത്. നട്ടപ്പുറം ഉച്ചയ്ക്കത്താണ് അവിടെ ചെന്നത് തന്നെ. ആ സമയത്ത് ചെന്നിട്ട് പോലും നമുക്ക് കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് തണുക്കാൻ തുടങ്ങി. പോയേക്കാന്ന് പറയാൻ തുടങ്ങി. ഇപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോയ ഇൻട്രസ്റ്റിൽ നടക്കൂലല്ലോ തിരിച്ച്. അങ്ങോട്ട് നമുക്ക് വെള്ളത്തിൽ കയറാനുള്ള ആ ഒരു താല്പര്യത്തിൽ വലിയ സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് വെള്ളത്തിൽ ചാടുകയും ചെയ്തു, നനയുകയും ചെയ്തു. തിരിച്ച് നടക്കണ കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങൾ. ചെറുതിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാറ്റങ്ങ് അടിച്ചതോടുകൂടി തണുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എൽദോൻ്റെ ഒരു ഡ്രസ്സ് ചെറുതിനെ ഇടിയിപ്പിച്ച് ഒന്ന് മാനേജ് ചെയ്ത് പുള്ളിക്കാരനെ കൊണ്ട് അങ്ങ് എന്നാ പറയണേ കുറച്ച് എൻകറേജൊക്കെ ചെയ്ത് നടത്തിപ്പിച്ചു. പക്ഷേ എന്താ കുറച്ചു നേരം ഞങ്ങൾ എടുക്കേണ്ട വന്നു. എന്തായാലും കുഞ്ഞു ഞണ്ടുകളെയൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അതുങ്ങളെ തിന്നണ പക്ഷികൾ ഇങ്ങനെ കൂടായിട്ട് വന്ന് നിൽക്കണ കാണാൻ പറ്റി. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് കാലയിലും ചെരുപ്പയിലൊക്കെ മണ്ണും ചെളിയൊക്കെ പറ്റിയിട്ട് നമ്മൾ കാറി കയറി തിരിച്ചു വരുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റി. യൂറോപ്പിൽ വന്നു കഴിഞ്ഞ് ഈ ഐസും കട്ടയുടെ പുറത്തേക്കടെ തന്നെ നടന്നു കിട്ടും. ഐസുള്ള ആ ഒരു പ്രതീതിയിൽ നിന്ന് ഇങ്ങനെ ഒരു നല്ല സണ്ണി ആയിട്ടുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പോകാൻ പറ്റിയതിൽ നല്ല ഭാഗ്യമുണ്ട്. അത് തന്നെയല്ല ഒരു ദിവസം നമുക്ക് പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ ഈ 2 പേരും ഓപ്പോസിറ്റ് ജോലിയൊക്കെ ചെയ്യണ സമയത്ത് ഒരാൾ ജോലിക്ക് പോകും, മറ്റേ ആൾ കുട്ടികളെ നോക്കിയിരിക്കും. അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ദിവസത്തെ അവധി കിട്ടുകയും ചെയ്യുകയും അങ്ങനെ പോകാനൊക്കെ സാധിച്ചതിൽ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങൾ ഈ ഒരു ദിവസത്തെ ട്രിപ്പ്. നല്ല കാര്യങ്ങളെ നമ്മൾ നല്ലതായിട്ടും പറയണം, ചീത്ത കാര്യങ്ങളെ ചീത്തയായിട്ടും പറയണം. നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു മോശം ഒരു സെറ്റപ്പ് ഫീൽ ചെയ്ത് ഇവിടുത്തെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരേ ഒരു ടോയ്ലറ്റേ ഉള്ളൂ. ജെൻസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരെണ്ണം, പിന്നെ ഫീമെയിലിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് വേറെ ഒരെണ്ണം, അങ്ങനെ 2 ഉണ്ട്. പക്ഷേ ഈ 2 അകത്തുള്ള ഒരു പ്രത്യേകത ഏതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മംഗലാപുരത്ത് നമ്മൾ മാൽപ്പേ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ ഷവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും കാർ പാർക്കിങ്ങിലൊക്കെ വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൂ ബാഡ്ജ് കാറൊക്കെ അങ്ങനെയുള്ള കാറുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം സ്ലോട്ടൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ഉരുളക്കിഴങ്ങ് പാടാണ് ഈ കാണുന്നത്. ഉരുളക്കിഴങ്ങ് കൃഷി നമ്മുടെ നാട്ടിൽ പയറൊക്കെ നടന്ന പോലെ ഇവിടെ ഉരുളക്കിഴങ്ങാണ് നട്ടിട്ടുള്ളത്. എന്തായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. പോണ വഴിക്ക് എന്നത്തെയും പോലെ മക്ഡൊണാൾഡ്സിൽ കയറി ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.